നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർക്കിടയിൽ ആട് ഒരു ഭീകരജീവിയാണെന്ന കോമഡി ചിത്രം നേടിയ സ്വീകാര്യത സമാനതകളില്ലാത്തതാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ആദ്യ സിനിമയ്ക്ക് പിന്നീട് ലഭിച്ച സ്വീകാര്യതയും രണ്ടാം ഭാഗം കേരളക്കര നെഞ്ചിലേറ്റിയതുമെല്ലാം ഒരു സ്വപ്നം പോലെ എന്നായിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗം അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷാജി പാപ്പാനും സർബത്ത് ഷമീറും അറക്കലബവും ഒരിക്കൽ കൂടി തിയേറ്ററിലെത്തുന്നു. എന്നാൽ മുൻഭാഗങ്ങളെക്കാൾ അല്പം പ്രത്യേകതകളൊക്കെയുണ്ട് മൂന്നാം ഭാഗത്തിന്. പാപ്പൻ സിൻഡിക്കേറ്റ് വരാർ എന്ന ക്യാപ്ഷനോടെയാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ചിത്രം പ്രഖ്യാപിച്ചത്. നടൻ ജയസൂര്യയാകട്ടെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നിന്റെ വരവറിയിച്ചത് ഷാജി പാപ്പാനെ പോലെ തന്നെയാണ്. പാപ്പനും പിള്ളേരും വരുവാ കേട്ടോ, ഇനി അങ്ങോട്ട് ആടുകാലം എന്നാണ് പ്രഖ്യാപന പോസ്റ്റർ പങ്കുവെച്ച് ജയസൂര്യ കുറിച്ചത്. വിജയ് ബാബുവും ജയസൂര്യയും മിഥുനും 3 ആടുകളുമായി നിൽക്കുന്നതാണ് പോസ്റ്ററിലുള്ളത്. ആദ്യ 2 ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വമ്പൻ മുതൽ മുടക്കിലാണ് മൂന്നാം ഭാഗം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫ്രൈഡേ ഫിലിംസിന്റെ ഏറ്റവും വലിയ നിർമ്മാണ സംരംഭമായി മാറാൻ പോകുന്ന ചിത്രത്തിന് ഏകദേശം 40 കോടി മുതൽ മുടക്കുണ്ടാകും. 2015 ആട് ഒരു ഭീകരജീവിയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അവതരണത്തിലും നർമ്മരംഗങ്ങളിലും വ്യത്യസ്തതയുമായി എത്തിയ ചിത്രം തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ടോറന്റിലും ടെലിവിഷനിലും മികച്ച അഭിപ്രായം കിട്ടിയതോടെ രണ്ടാം ഭാഗം ഒരുക്കുവാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 2017 ആട് 2 എത്തുന്നത്. സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു.